ഓഫീസിൽ വന്ന് രാത്രിയില് ബെഡ്റൂമിലിരുന്ന് വർക്ക് ചെയ്യാൻ കേട്ടോ ആദി. അപ്പോ ആദി നല്ല ടെൻഷനാണ്. കമ്പ്യൂട്ടറിൽ എന്തൊക്കെയോ നോയിക്കൊണ്ടിരുന്നിട്ട് ആ ഒരു ഡിസൈൻ ശരിയാവുന്നില്ല എന്നൊക്കെ പറഞ്ഞിട്ട് എന്നൊക്കെ വെച്ച് തലയിൽ ഇങ്ങനെ കൈവെക്കാണ്. അപ്പോഴേക്കും ആദിക്കുള്ള പാലുമായിട്ട് കയറി വരുന്ന നയന, എന്താ ആദ്യേട്ടാ, എന്തെങ്കിലും പ്രശ്നമുണ്ടെന്ന് ചോദിക്കുമ്പോ, നീ അറിയാൻ മാത്രമുള്ള പ്രശ്നമൊന്നും എനിക്കില്ല, നീയാണ് ഏറ്റവും വലിയ പ്രശ്നം, നീ പോയി കിടന്ന് ഉറങ്ങിക്കോളൂ എന്ന് പറയുന്നു. അപ്പോഴേക്കും നയന പറയാണ്, അല്ല, എന്നെ കൊണ്ട് പരിഹരിക്കാൻ പറ്റുന്നതാണെങ്കിൽ ഞാൻ പരിഹരിക്കാം. അപ്പോഴേക്കും ആദർശ് പറയാണ്, ദയവ് ചെയ്ത് ആ പാലട വെച്ചിട്ട് ഒന്നും മിണ്ടാൻ കിടക്കോ. ആ ശരി, ഞാൻ പോയി കിടന്നോളാം എന്നും പറഞ്ഞിട്ട് നയന പോയി കിടക്കാണ്. ആദ്യമാണെങ്കിൽ കുറെ നേരമായിട്ടും ആ ലാപ്ടോപ്പും കൊണ്ട് അങ്ങനെ തന്നെ ഇരിക്കുകയാണ്. ഒന്നും അങ്ങോട്ട് ശരിയാവുന്നില്ലല്ലോ എന്നിങ്ങനെ ഉറക്കെ പറയുന്നുണ്ട്. വീണ്ടും വീണ്ടും ലാപ്ടോപ്പിൽ എന്തൊക്കെയോ ചെയ്തുകൊണ്ടിരിക്കുന്നു. അപ്പോഴേക്കും നയന അവിടെ എഴുന്നേറ്റ് പറയാണ്, ഞാന് ഈ വീട്ടിലുള്ള ഒരാളായിട്ട് കരുതണ്ട, നയനയാണെന്ന് പോലും കരുതണ്ട. ആദർശന്റെ കമ്പനിയിലുള്ള ഒരു എംപ്ലോയി ആയിട്ട് കണ്ടെങ്കിലും എന്നോട് കാര്യങ്ങൾ പറയാമോ, അല്ലെങ്കിൽ ജസ്റ്റ് ഒരു സുഹൃത്തായിട്ടെങ്കിലും പറയാമോ എന്ന് ചോദിക്കുമ്പോ, ആ എങ്കില് നീ ഇങ്ങോട്ട് കയറി വാന്ന് പറയാണ്. അങ്ങനെ നയന സന്തോഷത്തോടുകൂടിയിട്ട് കടലിലേക്ക് കയറിയിരുന്നു. അങ്ങനെ ആദർശിന്റെ അടുത്ത് വന്നിരിക്കാൻ കേട്ടോ. എന്നിട്ട് ആദർശ് പറയാണ്, ശരി, നിനക്ക് അത്ര നിർബന്ധമാണെങ്കിൽ ഞാൻ പറഞ്ഞു തരാം എന്താണ് കാര്യം എന്നുള്ളത്. ഈ ഡിസൈൻ കണ്ടോ, ഈ ഡിസൈന് കസ്റ്റമർ ചോദിച്ചിരിക്കുന്നത്, അതായത് ആ ഒരു ക്ലയന്റ് ചോദിച്ചിരിക്കുന്നത് ട്രഡീഷണലും മോഡേണും ഒരുമിച്ചുള്ള ഏകദേശം ഒരു ഈ പണ്ട് കാലത്തെ സ്ത്രീകളുടെ ആ ഒരു സൗന്ദര്യമൊക്കെ ഉണർത്തുന്ന ഒരു ഡിസൈനാണ് ചോദിച്ചിരിക്കുന്നത്. ആ ഒരു ഡിസൈനില് മോഡേണും ട്രഡീഷണലും കലർന്നിട്ടുള്ള ഡിസൈനാണ്. എനിക്ക് എത്ര ആലോചിച്ചിട്ടും എനിക്കൊരു പിടിയും കിട്ടുന്നില്ല. ഞാൻ എന്റെ ഓഫീസിലുള്ള സ്റ്റാഫിനോട് പറഞ്ഞു, അവർക്കും ആ ഒരു ഡിസൈൻ കിട്ടുന്നില്ല. പലരോടും ഞാൻ ചർച്ച ചെയ്തു, എന്റെ അച്ഛനോടും ചിറ്റപ്പനോടും എല്ലാം ചർച്ച ചെയ്തിട്ടൊന്നും ആർക്കും അങ്ങനെ ഡിസൈനിലേക്ക് എത്തിപ്പെടാൻ ആർക്കും തന്നെ സാധിക്കുന്നില്ല. അതുകൊണ്ടാണ് എന്ത് ചെയ്യുന്നറിയാതെ ഞാൻ അവിടെ ടെൻഷൻ അടിച്ചിരിക്കുന്നത്. അത് മാത്രമല്ല, നാളെ ക്ലയൻസ് വരുമ്പോൾ ഫൈനലൈസ് ചെയ്ത ഡിസൈൻ അവരെ കാണിച്ചില്ല എന്നുണ്ടെങ്കിൽ ഈ കോൺട്രാക്ട് നമ്മളെ വിട്ടു പോകും. ഇത് വലിയൊരു കോൺട്രാക്ട് തന്നെയാണ്. എന്നിട്ട് ആദർശ് പറയുന്നു, ഇപ്പൊ കാര്യമില്ല, മനസ്സിലായല്ലോ, ഇനി പോയി കിടന്ന് ഉറങ്ങിക്കോ എന്ന് പറയുമ്പം നയന ചോദിക്കാണ്, ഞാനൊന്ന് കറക്റ്റ് ചെയ്ത് തന്നോട്ടും ചോദിക്കുമ്പോ, നീ കറക്റ്റ് ചെയ്യാനോ, ഇതെന്താ ഓർത്തെ, വീട്ടിൽ വിട്ട് തരുന്ന കോലാന്നോ? നിന്റെ വെറും തോന്നല, നിനക്കൊക്കെ പറഞ്ഞിട്ടുള്ളതേ അടുക്കള പണിയും തുണിയലക്കലും ഒക്കെയാ, അതൊക്കെ അങ്ങ് ചെയ്താൽ മതി, കോല ഇടുന്ന പോലെ അത്ര എളുപ്പമല്ല ഇത്. അപ്പോഴേക്കും നയനെ പറഞ്ഞു, അതെ, ഇപ്പൊ നമ്മുടെ മുറിയില് വേറെ ക്ലയന്റോ മറ്റാരും ഇല്ലല്ലോ, ഞാനും ആദർശിട്ട് മാത്രമല്ലേ ഉള്ളൂ. ഞാൻ പൊട്ടത്തരം കാണിക്കാനുള്ള അത് ആദർശിട്ട് മാത്രം കണ്ടാൽ മതി, എന്റെ ഒരു കുട്ടികളെയായിട്ട് കണ്ട് അതങ്ങ് ക്ഷമിച്ചാ പോരെ. അപ്പോഴേക്കും ആദർശ് പറയാണ്, എന്റെ മുമ്പിൽ ഇനി കുറച്ച് സമയം കൂടി മാത്രമേ ബാക്കിയുള്ളൂ, ആ സമയം കൊണ്ട് എനിക്ക് ഈ വർക്ക് തീർക്കണം, ദയവ് ചെയ്ത് ഡിസ്റ്റർബ് ചെയ്തൊന്ന് പോകാമോ, നിനക്ക് തരുന്ന ആ സമയം കൂടി എനിക്ക് വിലപ്പെട്ടതാണ്, ആ സമയം കൊണ്ട് എനിക്ക് ചെറുതായിട്ടെങ്കിലും ആ ഡിസൈനിലൊന്ന് സെറ്റപ്പ് ആക്കാൻ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതെനിക്ക് വലിയൊരു ഒരു അച്ചീവ് തന്നെ ആയിരിക്കും എന്ന് പറയുന്നു. അപ്പോഴേക്കും നയന പറയാണ്, ആദർശിട്ടും വിഷമിക്കണ്ട, ഞാൻ സെറ്റ് ചെയ്ത് തരാം, എന്നെ വിശ്വസിക്കുക എന്ന് പറയുമ്പോഴേക്കും, ആയിക്കോട്ടെ, ഞാൻ തന്നെ വിശ്വസിക്കാം, ദാ ലാപ്ടോപ്പ്. അല്ല, ലാപ്ടോപ്പ് യൂസ് ചെയ്യാനൊക്കെ അറിയാലോ അല്ലേ? നയന പറയാണ്, എന്നെ അത്രയ്ക്കങ്ങ് കൊച്ചാക്കണ്ട, ലാപ്ടോപ്പ് ഒക്കെ എനിക്ക് സ്വന്തമായിട്ടുണ്ടായിരുന്നു, എന്റെ കടയിലും ഞാൻ ലാപ്ടോപ്പ് യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു എന്ന് പറയാണ്. ആയിക്കോട്ടെ ആയിക്കോട്ടെ എന്നും പറഞ്ഞിട്ട് ആദർശ് ആ ലാപ്ടോപ്പ് നയനയുടെ മുമ്പിലേക്ക് നീക്കി വെക്കാണ്. അപ്പോഴേക്കും നയന ആ ലാപ്ടോപ്പ് എടുത്തിട്ട് ആദ്യ ഒരു ഡിസൈൻ ഇങ്ങനെ മാല ഒരെണ്ണം വരച്ചു വെച്ചിട്ടുണ്ടോ, പക്ഷെ അത് വളരെ കോസ്റ്റ്ലി ആയിട്ടുള്ള വളരെ വെയിറ്റി ആയിട്ടുള്ള ഒരു ഡിസൈനാണ്. ശരിക്കും അത് കല്യാണത്തിനുള്ള പെൺകുട്ടികൾക്കൊക്കെ ഇടാൻ വേണ്ടിയിട്ടുള്ള ഒരു സൈസ് ഡിസൈനാണ് കേട്ടോ. അപ്പൊ അത് അവർ കണ്ടുപിടിക്കുന്നത് തന്നെ വലിയൊരു റെവല്യൂഷന്റെ ഭാഗമായിട്ടാണ് ഈ ഒരു ഡിസൈൻ കണ്ടുപിടിക്കുന്നത്. അങ്ങനെ ആ ഡിസൈനിൽ നയന കുറെ നേരം സൂക്ഷിച്ചു നോക്കിയതിനു ശേഷം ആ ലാപ്പിൽ വെച്ച് തന്നെ നയന അത് കുറച്ച് കറക്ഷൻ ഒക്കെ ചെയ്യുന്നുണ്ട്. ആദർശ് ഈ ഒരു ട്രഡീഷണൽ ലുക്കും ആ ഒരു മോഡേൺ ലുക്കും ഒരുമിച്ചാക്കാൻ ആദർശും കമ്പനിയുള്ള പല സ്റ്റാഫുകളും മാക്സിമം പരിശ്രമിക്കുന്നുണ്ടെങ്കിലും ഒന്നും തന്നെ വിജയിക്കുന്നില്ല. അങ്ങനെ ഒരു ഘട്ടത്തിലാണ് ആദർശ് ഇങ്ങനെ വിഷമത്തിലായി പോകുന്നത്. ആ ഒരു ഡിസൈൻ കണ്ട് നയന പറയാണ്, ഇത് എളുപ്പം ആദർശേട്ടാ, അതിനൊറ്റ കാര്യം ചെയ്താൽ മതി, താഴെ വരുന്നതായിരിക്കണം എപ്പോഴും ട്രഡീഷണൽ ആയിട്ട് നിൽക്കേണ്ടത്, കാരണം അതിനായിരിക്കും എപ്പോഴും ഒരു എലഗന്റ് ലുക്ക് കിട്ടുക. അതിനുശേഷം രണ്ട് സൈഡിൽ അകന്ന രീതിയിൽ വേണം മോഡേൺ ആയിട്ടുള്ള ലുക്ക് വെക്കാൻ, ബാക്കി സ്ഥലങ്ങള് അല്ലാത്ത രീതിയിലുള്ള ഡിസൈൻസും ചെയ്യണം എന്ന് പറഞ്ഞിട്ട് അതെല്ലാം കൊളാബറേറ്റ് ചെയ്തിട്ട് നയന ഒരു ഡിസൈൻസ് കണ്ടുപിടിക്കുകയാണ്. അങ്ങനെ നയന ആ ഡിസൈൻ എല്ലാം ആ ലാപ്പിൽ സെറ്റ് ചെയ്തിട്ട് അതിനൊക്കെ പല സൈഡുകളിലും പല അർത്ഥങ്ങൾ വരുന്ന സ്റ്റോണുകൾ ഫിറ്റ് ചെയ്യുന്നുണ്ട്. മോഡേണും ട്രഡീഷണൽ ലുക്കും എല്ലാം വരുന്ന സൈസ് ആ ഒരു ട്രഡീഷണൽ ലുക്കുള്ള സ്റ്റോണുകളൊക്കെ സെറ്റ് ചെയ്യുമ്പോൾ അത് വളരെ അത്ഭുതത്തോടു കൂടി തന്നെ ആദർശ് നോക്കി നിൽക്കാണ് കേട്ടോ. അപ്പോഴേക്കും ആദർശ് ഈ ഒരു ഡിസൈൻ ഇങ്ങനെ നോക്കിയിട്ട് പറയാണ്, അതെ,
ഇങ്ങനെ തന്നെയാണ് വേണ്ടത്. ഈ ഡിസൈൻ ഞാൻ ഉദ്ദേശിച്ചത്. ഇതുപോലെ എല്ലാം കൊളാബറേറ്റ് ആയിട്ടുള്ള ഈ ഡിസൈൻ അതാണ് അത്യാവശ്യം എന്ന് പറയാണ്. നയനെ പറയാണ് ഇപ്പൊ മനസ്സിലായല്ലോ എനിക്ക് കഴിവുണ്ടെന്ന്. ആദർശ് പറയാണ് എന്താണെങ്കിലും ഇത് അടിപൊളിയായിട്ടുണ്ട് കേട്ടോ, തന്നെ കുറിച്ച് ഇത്രയൊന്നും വിചാരിച്ചില്ല. ഇത് നാളെ ഞാനൊന്ന് ക്ലയന്റിനെ കാണിച്ചു നോക്കട്ടെ, എന്താ അവരുടെ അഭിപ്രായം എന്നറിയാലോ എന്ന് പറയുന്നു. എന്നിട്ട് ഇതാ സക്സസ് ആവുകയാണെങ്കിൽ തനിക്ക് നല്ലൊരു ഗിഫ്റ്റും തരുമെന്ന് പറയാണ്. നയനെ പറയാണ് അല്ല എനിക്ക് ഗിഫ്റ്റ് ഒന്നും ഇല്ലെങ്കിലും കുഴപ്പമില്ല, എന്നെ ഒരു ഭാര്യയായിട്ട് അംഗീകരിച്ചാൽ മതി. അപ്പോഴേക്ക് ആദർശ് പറഞ്ഞു ആ ശരി ശരി, താൻ കട്ടിലെന്ന് ഇറങ്ങിക്കോ. എനിക്കറിയായിരുന്നു എന്തെങ്കിലും പറഞ്ഞു തന്നാൽ താൻ ആ കേസ് എടുത്തിടുമെന്ന്. എന്റെ കമ്പനിയിലെ ഒരു എംപ്ലോയി ആയിട്ട് മാത്രം കണക്കാക്കിയാൽ മതി എന്നല്ലേ പറഞ്ഞത്. എന്റെ കമ്പനിയിലെ എംപ്ലോയി ആണിത് വരച്ചതെന്നാണ് ഞാൻ കരുതിയിരിക്കുന്നത്. അതുകൊണ്ട് അതിൽ കൂടുതലൊന്നും എനിക്ക് പറയാനില്ല. ഈ ഡിസൈൻ എന്തായാലും എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞിട്ട് ഞാനോട് കൈ പിടിച്ചിട്ട് ആദർശ് കൺഗ്രാറ്റ്സ് ഒക്കെ പറയുന്നുണ്ട്. എന്തായാലും നാളെ ഇതിന്റെ റിസൾട്ട് അറിയാന്ന് പറഞ്ഞിട്ട് ആദർശ് ലാപ്പ് അടച്ചു സമാധാനമായിട്ട് കിടന്ന് ഉറങ്ങാൻ കേട്ടോ. അപ്പൊ ആദർശ് സമാധാനമായിട്ട് കിടന്ന് ഉറങ്ങുന്ന കാണുമ്പോൾ നയനയ്ക്ക് നല്ല സമാധാനമാകുന്നുണ്ട്. നയനെ കിടന്ന് ഉറങ്ങുന്നുണ്ട്. അങ്ങനെ രാവിലെ ആദർശ് ഓഫീസിലേക്ക് പോവാൻ കേട്ടോ. അപ്പൊ എന്തായിരിക്കും അതിന്റെ റിസൾട്ട് എന്ന് അറിയാൻ വേണ്ടി നയന ആകാംക്ഷയോടുകൂടി തന്നെ വീട്ടിലിങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുകയാണ്. അപ്പോഴേക്കും ചെറിയമ്മ ചോദിക്കുന്നുണ്ട് അല്ല എന്താ നയന രാവിലെ തുടങ്ങിയാണല്ലോ ഒരു ടെൻഷൻ, എപ്പോഴും വാതിക്കലേക്ക് നോക്കി നോക്കി നിൽക്കുന്നു, എന്താ സംഭവം എന്ന് ചോദിക്കുമ്പോൾ അല്ല ആദർശേട്ടൻ വരാറായി എന്ന് പറയുമ്പോഴേക്കും ചെറിയമ്മ പറയാണ് ആദർശ് വരാറായിട്ടില്ല, 4 മണി ആയതേ ഉള്ളൂ, ഇനി 1-2 മണിക്കൂറിൽ കഴിഞ്ഞാലേ ആദർശ് വരുള്ളൂ. കൊള്ളാം പെണ്ണിന്റെ ഒരു കാര്യം എന്നൊക്കെ പറഞ്ഞ് ചിരിക്കുമ്പോഴേക്കും ദേവയാനി അവിടെ നിന്ന് കലിപ്പിച്ച് നിൽക്കുകയാണ് കേട്ടോ. ആദർശ് എപ്പോ വന്നാലും പോയാലും നിനക്കെന്താ, നീ എന്തിനാ രാവിലെ തൊട്ട് മുട്ടയുടെ നടക്കുന്ന കോഴിയെ പോലെ ഇങ്ങനെ നടക്കുന്നതെന്നൊക്കെ ചോദിക്കുകയാണ്. അപ്പോഴേക്കും നയനൊന്നും മിണ്ടാൻ നിൽക്കുമ്പോൾ മുത്തശ്ശി പറയാണ് ദേവയാനി പണ്ട് നീയും എങ്ങനെയായിരുന്നു വിവാഹം കഴിച്ച് വന്ന സമയത്ത് ഓർക്കുന്നുണ്ടോ? ആദിയുടെ അച്ഛൻ അവൻ ഇങ്ങനെ ഓഫീസിലേക്ക് പോയിട്ട് വരാറാകുമ്പോ നീയും ഇതുപോലെ ഉമ്മർത്ത് നോക്കി നിൽക്കായിരുന്നു. അന്നുണ്ടെങ്കിൽ ഞാൻ ചോദിച്ചിട്ടുണ്ടോ നിന്നോട് നീ എന്തിനാ ഇങ്ങനെ മുട്ടല നടക്കുന്ന കോഴിയെപ്പോലെ നടക്കുന്നതെന്ന്? അന്ന് ഞാൻ അങ്ങനെ ചോദിച്ചാൽ നിനക്കത് എന്തുമാത്രം വിഷമമാകുമായിരുന്നെന്ന് നീ ഒന്ന് ചിന്തിച്ചു നോക്കിയെന്ന് മുത്തശ്ശി പറയുമ്പം ആ ദേവയാനിക്ക് ഒന്നും മിണ്ടാൻ പറ്റാത്ത അവസ്ഥയിൽ അങ്ങനെ നിൽക്കാൻ കേട്ടോ. അങ്ങനെ കുറെ നേരം കഴിയുമ്പോഴേക്കും ആദർശ് വരികയാണ്. നയന ഓടി വാതിക്കലേക്ക് പോയിട്ട് ആദർശേട്ട എന്തായിരുന്നു റിസൾട്ട് എന്ന് ചോദിക്കുകയാണ്. അപ്പോഴേക്കും ആദർശിന്റെ മുഖമൊക്കെ അങ്ങ് ഇരുണ്ടുകൂടി ദേഷ്യപ്പെട്ട് നിൽക്കുകയാണ് കേട്ടോ. മാറി നിൽക്ക് എന്നും പറഞ്ഞിട്ട് ആദർശ് ദേഷ്യപ്പെട്ട് അകത്തേക്ക് കയറി പോവാണ്. ഇത് കാണാൻ നയനയ്ക്ക് ഭയങ്കരമായിട്ട് സങ്കടമാകുന്നുണ്ട് കേട്ടോ. നയന വിഷമിച്ച് പുറകെ പോവാണ്. എന്താ ആദർശേട്ടാ ആ ഡിസൈൻ ശരിയായില്ലേ എന്ന് ചോദിക്കുകയാണ്. അങ്ങോട്ട് മാറണല്ലേ പറഞ്ഞെന്ന് ചോദിച്ചിട്ട് ഹാളിന്റെ നടുക്കിലോട്ട് ആദർശ് ചെല്ലുകയാണ്. അപ്പോഴേക്കും അവിടെ അനിയും ആദ്യയുടെ പെങ്ങന്മാരും മുത്തശ്ശിയും അച്ഛനും ചെറിയച്ഛനും എല്ലാവരും നവ്യയും അഭിയും എല്ലാവരും ഉണ്ടായിരുന്നിട്ടോ. അപ്പോഴേക്കും നയന ഇങ്ങനെ സങ്കടത്തോടെ നോക്കി നിൽക്കുന്ന കാണുമ്പം ചെറിയമ്മ ചോദിക്കാണ് എന്താടാ കാര്യം, രാവിലെ തൊട്ട് അവൾ നിന്നെ വീട്ടിൽ നിൽക്കുകയായിരുന്നു, വന്നപ്പോ നീയോട് എന്തിനാ ദേഷ്യപ്പെടുന്നേ എന്നൊക്കെ ചോദിക്കുമ്പോഴേക്കും ആദർശ് പറയാണ് അതൊക്കെ ഉണ്ട് ചെറിയമ്മേ, ഇന്നലെ ഞാൻ രാത്രിയില് ഡിസൈൻ വരച്ചുകൊണ്ടിരിക്കുകയായിരുന്നു, എത്ര ശ്രമിച്ചിട്ടും കൊളാബറേറ്റ് ചെയ്തിട്ടുള്ള ഒരു വെറൈറ്റി ഡിസൈൻ എനിക്ക് കിട്ടിയില്ല. അപ്പോഴേക്കും എന്നെ സഹായിക്കാമെന്നും പറഞ്ഞ് ഇവിടെ എഴുന്നേറ്റ് വന്ന് ആ ഒരു ഡിസൈൻ സെറ്റ് ചെയ്തു. ആ ഡിസൈൻ ആണെങ്കിലോ ഞാൻ എന്റെ ക്ലയന്റിനെ കൊണ്ട് കാണിച്ചു. അപ്പോഴേക്കും മുത്തശ്ശൻ എന്നിട്ട് എന്താ പറ്റിയ ആദർശേ? അപ്പോഴേക്കും ദേവേനെ പറയാണ് എന്ത് സംഭവിക്കാൻ, അതോടുകൂടി വന്നവർ വാലും ചുറ്റി പോയി കാണും, ആ ഒരു പ്രൊജക്ട് തന്നെ നമ്മുടെ കൈവിട്ട് പോയി കാണും. ഇവളെ കൊണ്ടൊക്കെ അത് പറഞ്ഞിട്ടുള്ള പണിയാണോ ആദർശ്? നീ അല്ലാതെ ആരെങ്കിലും ഇവിടെ കൊണ്ട് ചെയ്യിക്കുമോ എന്ന് ചോദിക്കുമ്പോ മുത്തശ്ശൻ പറയാണ് നീ ദേഷ്യപ്പെടാ ദേവയാനി, അവൻ കാര്യം പറയട്ടെ. അപ്പോഴേക്കും ആദർശ് പറയാണ് അമ്മേ അങ്ങനൊന്നും അല്ല സംഭവിച്ചത്, ആ ക്ലയൻസിന് ആ ഡിസൈൻ ഒത്തിരി ഇഷ്ടപ്പെട്ടു, അതൊരു റെവല്യൂഷൻ ആയിരിക്കും എന്ന് അവർ പറയുന്നത്. കാരണം ആ ഡിസൈൻസിൽ അത്രത്തോളം മഹത്വങ്ങൾ ഒളിഞ്ഞു കിടപ്പുണ്ടത്രേ. എന്തായാലും അവർക്ക് ഇവിടെ നേരിട്ട് കണ്ട് അപ്രിഷ്യേറ്റ് പറയണം എന്നൊക്കെ പറയുന്നത്. നാളെ എന്തായാലും ഞാൻ ഇവിടെ ഓഫീസിലേക്ക് കൊണ്ടുപോകാന്ന് പറഞ്ഞിട്ടുണ്ട്. അത് മാത്രമല്ല നയനയ്ക്കായിട്ട് അവര് വലിയൊരു സമ്മാനം കരുതിച്ചിട്ടുണ്ടെന്നാ പറഞ്ഞെന്ന് പറയുന്നു. അപ്പോഴേക്കും നയനയ്ക്ക് ഭയങ്കര സന്തോഷമാകുന്നുണ്ട്. എന്നിട്ട് ആദർശ് പറയാണ് താൻ നേരത്തെ ഡിസൈൻ ചെയ്തിരുന്നു അല്ലേ? അപ്പൊ നയന പറഞ്ഞു ഞാൻ എന്റെ ഓഫീസിൽ വെച്ച് ഞാൻ ഡിസൈൻസ് ഒക്കെ ചെയ്യാറുണ്ട്. ആദർശ് പറയാണ് എന്തായാലും ഇന്നലെ ആ ഡിസൈൻ അത് എനിക്ക് തന്നെ ഒരുപാട് ഇഷ്ടപ്പെട്ടിരുന്നു എന്നും പറഞ്ഞിട്ട് ലാപ്ടോപ്പ് തുറന്ന് ആ ഒരു ഡിസൈൻ എല്ലാവരും കാണിക്കുകയാണ്. ഇതാണ് ആ ഒരു ഡിസൈൻസ്, അതായത് ട്രഡീഷണൽ ലുക്കും മോഡേൺ ലുക്കും എല്ലാം ഒത്തിണങ്ങിയ ഒരു കൊളാബറേറ്റ് ആയിട്ടുള്ള ഒരു ലുക്കാണിത്. എപ്പോഴും മാരേജിന് ഗേൾസ് ഇടുന്ന ഒരു ഹെവി വെയിറ്റ് ഉള്ള ഒരു ഡിസൈൻ ആണ് ഇത്. അവർ ചോദിച്ച അതേ സാറ്റിസ്ഫിക്കേഷനോട് തന്നെ നയനത് അവർക്ക് ചെയ്തു കൊടുത്തു. അവർക്ക് അത് ഒത്തിരി ഇഷ്ടമായി എന്നൊക്കെ പറയുന്നു. ഇതിലൂടെ ദേവയാനി കിട്ടും സഹിക്കാതെ അങ്ങനെ നിൽക്കാൻ കേട്ടോ. നവ്യാണെങ്കിലോ അവളെ പൊക്കി പറയാൻ ഒരവസരം നോക്കി നിൽക്കുകയാണ് ഇവിടെ എല്ലാരും. അപ്പോഴാ ഇതും കൂടെ അവൾ ഡിസൈൻ ചെയ്യുന്ന പോലും എന്നൊക്കെ നവ്യം മനസ്സിനെ പറഞ്ഞുകൊണ്ട് നിൽക്കാണ്. അപ്പോഴേക്കും ചെറിയമ്മ പറയാണ് ഞാൻ പറഞ്ഞില്ലേ ഇവൾ ഐശ്വര്യമുള്ള കുട്ടിയാ പറയാണ്. ഇത്രയും വർഷത്തിന്റെ എക്സ്പീരിയൻസിൽ ഇതുപോലെ കൊളാബറേറ്റ് ആയിട്ടുള്ള നല്ല ഡിസൈൻ എന്റെ ജീവിതത്തിൽ കണ്ടിട്ട് പോലും ഇല്ല. മോക്ക് നല്ല കഴിവുണ്ട്, മോളത് വളർത്തിയെടുക്കണം എന്ന് മുത്തശ്ശൻ പറയുന്നു.